ഒന്നാമത്തെ ആയത്താണ്, കാണാതെ പഠിച്ച് മനസ്സിൽ ഉറച്ചു വെക്കേണ്ട ഒരു ആയത്ത്. ഒരുപാട് ഗുണങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ്, അത് പ്രഖ്യാപിച്ചവർ, സുമ്മസ്തഖാമു, അതിൽ ആ വിഷയത്തിൽ നേരായ നിലകൊണ്ട് ജീവിക്കുന്നവർ. നമ്മുടെ നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. സുമ്മസ്തഖാമു, എന്നിട്ട് ആ മാർഗത്തിൽ നേരെ നിലകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ? വിശുദ്ധ റമദാനിന്റെ ദിനങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നാട്ടുകാരെ കൊണ്ട്, കേരളക്കാരെ കൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ CM മടവൂരിന്റെ മഖാമിലേക്കാണ് ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ, റബ്ബുനല്ലാന്ന് പ്രഖ്യാപിച്ചവന് അതിനേക്കാൾ വലിയൊരു ഔലിയ ഉണ്ടോ? മരിക്കുന്ന സമയത്ത് പോലും, മരണസമയത്ത് പോലും നിങ്ങൾ CM എന്ന് പറയുന്നത് അനുഗ്രഹമാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരുടെ നാട്ടിലാ ജീവിക്കുന്നത്. അതാണ് ഞങ്ങളുടെ റബ്ബ് അള്ളയെന്ന് പറഞ്ഞാ പോരാ, സുമ്മസ്തഖാമു, ആ പറയുന്ന തൗഹീദ് അനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിച്ചവരാകണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ? വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ പകർപ്പിൽ തന്റെ പ്രിയപ്പെട്ട മേൽനോട്ടം വഹിച്ച, അതിനെ ക്രോഡീകരിക്കാൻ സാക്ഷ്യം വഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാ തുശ്രിക ബില്ലാഹി ശൈആ, അല്ലാഹുവാണ് റബ്ബെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ശിർക്കിന്റെ, ബഹുദൈവ വിശ്വാസത്തിന്റെ അംശങ്ങൾ വരാതിരിക്കലാണ്. വയുരീദുൽ ഇസ്തിഖാമത അലാ മഹല്ലി തൗഹീദി, തൗഹീദിൽ മുറുകെ പിടിച്ച് ജീവിക്കലാണ് ഇസ്തിഖാമത്ത് കിട്ടുക. പിന്നെ ഏലസുകൾക്ക്, മക്കാമുകൾക്ക്, ദർഗകൾക്ക് മുമ്പിൽ അവനെ ഈമാൻ കൊണ്ടുപോയി പണയം വെക്കൂല. ജോത്സ്യന്റെ മുമ്പിൽ, ഏത് പ്രവചനക്കാരന്റെ മുമ്പിലും കൊണ്ടുപോയി തന്റെ കൈകൾ കൈ കാണിക്കാൻ അവൻ വെക്കുകയില്ല, അവന്റെ പ്രശ്നങ്ങൾ കൊണ്ടുപോയിട്ട്. ശ്രദ്ധിച്ചോളൂ സുഹൃത്തുക്കളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്തഖാമു എന്ന് പറഞ്ഞാൽ അഖ്ലിസുൽ അമല ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ്. നാട്ടുകാർ കാണാനോ, അതിൻ്റെ ഒരു പേരെടുക്കാനോ, ഒരു പ്രസിദ്ധി കിട്ടാനോ, ഏതെങ്കിലും നിലക്കുള്ള അവാർഡുകൾക്കൊന്നുമല്ല അവന്റെ കർമ്മങ്ങൾ കൃത്യമാക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ് കൊണ്ട് പ്രവർത്തിക്കലാണ് ഇസ്തിഖാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ, സൂറത്ത് ഫുസ്സിലത്തിന്റെ 6-ാമത്തെ ആയത്ത്, നിങ്ങൾ നേരായ മാർഗത്തിൽ നിലകൊള്ളുകയും അള്ളാഹുവിലേക്ക് ധാരാളമായി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെയൊക്കെ പോകുമായിരിക്കും. ഇതിന്റെ ഇടയിൽ മനുഷ്യന്മാരാണ്, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നുവെങ്കിൽ അതിന് ഇസ്തിഗ്ഫാർ നിങ്ങൾ ആവർത്തിക്കുക. സഹോദരങ്ങളെയും ഉലമാക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി രേഖപ്പെടുത്തി, ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ഈ കടമകൾ ഇസ്തിഖാമത്തുമായി നേരായ മാർഗത്തിൽ നിലകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം ഹയാത്തൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം കിട്ടും. ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നതും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും എന്താണ്? ഒരു സന്തോഷ സമാധാന ജീവിതമാണെങ്കിൽ ഇസ്തിഖാമത്തിൽ പടച്ച റബ്ബിന്റെ ഈമാനികമായ വിഷയത്തെ പാലിച്ച് ജീവിച്ചാൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, വിശിഷ്ടമായ, സുഖകരമായ, ആനന്ദകരമായ ജീവിതം അവർക്ക് വാഗ്ദാനമാണ്. സഅദത്തുർ റൂഹ് അതിന്റെ തഫ്സീറിൽ കാണാം, മനസ്സിന്റെ ധന്യതയുണ്ടാകുന്നു. ചെറിയ കടയായിരിക്കും, ചെറിയ വരുമാനം ഉണ്ടാവും, സന്തോഷ ജീവിതം കൊടുക്കും പടച്ച റബ്ബ്. വസഫാഅൻ നഫ്സി, തെളിഞ്ഞ മനസ്സിന്റെ ഉടമയാക്കി മാറ്റും. വസകീനത വത്തുമഅനീന, ടെൻഷനില്ലാത്ത, ബേജാറില്ലാത്ത, സമാധാന സുരക്ഷിത ജീവിതം പടച്ച റബ്ബ് കൊടുക്കും ഈമാനിൽ ഇസ്തിഖാമത്തോടെ നിന്നാൽ. 2-ാമത്തെ ഗുണം വസഅതുർ റിസ്ഖി വബറകാതു, പടച്ച റബ്ബ് നമ്മുടെ റിസ്ഖിൽ ബറക്കത്ത് തരും. എന്തെന്ന്? ഹറാമെന്നൊഴിവാക്കി ഹലാലുകൾ ശ്രദ്ധിച്ച് അതിൽ നിലകൊണ്ട് ഉറച്ചു ജീവിച്ചാൽ അള്ളാഹുവിനോടുള്ള ഈമാനിന്റെ കാര്യത്തിൽ ഇസ്തിഖാമത്തോടെ ഒരേ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് ഏറ്റവും സമൃദ്ധമായ അള്ളാഹു വെള്ളം തരും. എന്താ വെള്ളം എന്ന് പറയാൻ കാരണം? എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാന ഉറവിടം വെള്ളമാണ്.
നമ്മുടെ കൃഷിയാവട്ടെ, സമ്പത്താവട്ടെ, വരുമാനാവട്ടെ, ജീവിതാവട്ടെ, എല്ലാം അതിനെ ആശ്രയിച്ച അത് പടച്ചോൻ ധാരാളമായി നൽകും. നിങ്ങൾ നേരായ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ. 3, ജീവിതത്തിന്റെ ഏതേത് സംഘർഷങ്ങൾ, ആളുകളെല്ലാം അസ്വസ്ഥരായാലും ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് തുമഇനീനത്തും സക്കീനത്തും ഇട്ടുകൊടുക്കും. ഓന് സന്തോഷമായിരിക്കും. അയാൾ എപ്പോഴും ആത്മാർത്ഥമായ ജീവിതത്തിന്റെ ഉടമയായി മാറും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون. അവരോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, വിഷമിക്കണ്ട, വ്യസനിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട. അവർക്ക് ആശ്വാസത്തിന്റെ തെളിനീരാണ് ഖുർആൻ കൊടുക്കുന്നത്. മഹാനായ അത്വാ റഹിമഹുല്ല പറയാണ്, ലാ തഖാഫു റദ്ദ ദുനൂബികും ഫഇൻ ലാ തഖാഫു റദ്ദ സവാബികും ഫഇന്നഹു മഖ്ബൂൽ. നിങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമോ എന്ന് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അല്ലാഹുവിൽ ഇസ്തിഖാമത്തിൽ നിലകൊണ്ട് ജീവിച്ചാൽ അത് സ്വീകരിക്കപ്പെടും. വലാ തഹ്സനു എന്ന് പറഞ്ഞാൽ വലാ തഹ്സനു അലാ ദുനൂബികും. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുവെങ്കിൽ നീ ദുഃഖിക്കണ്ട. ഫഇന്നി അഗ്ഫിറുഹാ ലക്കും. നിങ്ങൾക്ക് പുറത്തു തരും. എന്തൊരു സമാധാനാണ്, എന്തൊരു ആശ്വാസവാക്കാ കൊടുക്കുന്നത്. 4ാമത്തെ ഗുണം, നല്ല മരണം അനുഭവിക്കാൻ കഴിയും. നമ്മളൊക്കെ കൊതിക്കുന്നത് അതാണല്ലോ. ഈ ജീവിതത്തിനപ്പുറത്ത് ഇവിടെ നിന്നൊരു യാത്രയുണ്ടല്ലോ, അന്ത്യയാത്ര, അവസാനത്തെ യാത്ര, നമ്മളെ കുളിപ്പിച്ച് കിടത്തുന്ന ഒരു യാത്ര, നമ്മളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു യാത്രയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ യാത്ര ഹസ്നൽ ഖാത്തിമ ലഭിക്കാൻ നീ ഇസ്തിഖാമത്ത് മുറുകെ പിടിച്ചവനായാൽ തതനസ്സലു അലൈഹിമുൽ മലായിക. മരണത്തിന്റെ സമയത്ത് മാലാകമാർ ഇറങ്ങി വരും. അല്ലാ തഖാഫു, പേടിക്കണ്ട, വലാ തഹ്സനു, വിഷമിക്കണ്ട, വബ്ശിറൂ ബിൽ ജന്ന, സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അവരോട് പറയും. അല്ലതീ കുന്തും തൂഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടെന്ന്. ആരോട്? നബിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിന് മാത്രം ബാധകമായതല്ല. അല്ലാഹുവിലുള്ള റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു എന്നത് മനസ്സുകൊണ്ട്, ഈമാൻ കൊണ്ട്, കർമ്മം കൊണ്ട് ധന്യമാക്കിയവർക്ക് നമ്മുടെ കിടക്കയിൽ കടന്ന്, ആശുപത്രിയിൽ കടന്ന് മാലാകമാരുടെ ആശീർവാദത്തോടെ മരിക്കാൻ കഴിയുക.